ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രൈറ്റ് എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് സ്കെലിറ്റൺ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് സ്കെലിറ്റൺ? ദി ഫ്രെയിംവർക്ക് ഓഫ് ബോൺ ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് ഷേപ്പ് ടു ബോഡി ആൻഡ് പ്രൊട്ടക്റ്റ് സെർട്ടൈൻ ഇൻറ്റേർണൽ ഓർഗൻ. അപ്പം ബോണുകൾ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് എന്ത് സ്കെലിറ്റൺ. അതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിന് സപ്പോർട്ടും അതുപോലെ തന്നെ ഷേപ്പും കൊടുക്കുന്നുണ്ട്. ആൻഡ് പ്രൊട്ടക്റ്റ് സെർട്ടൈൻ ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഹൗ മെനി എയർ ക്യാവിറ്റീസ് ആർ ദർ ഇൻ ബേർഡ് ബോൺ ആൻഡ് വൈ? ബേർഡ്സിൻ്റെ ബോണിൽ എത്ര എയർ ക്യാവിറ്റീസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതെന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. ബേർഡ് ഹാവ് എയർ ക്യാവിറ്റീസ് ഇൻ ദെയർ ബോൺസ് മേക്കിംഗ് ദിസ് സ്കെലിറ്റൺ ലൈറ്റർ ഫോർ ഫ്ലൈയിങ്. അപ്പം ബേർഡിൻ്റെ എയർ ക്യാവിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? ഫ്ലൈയിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആ സ്കെലിറ്റൺ എന്താവും? എയർ ക്യാവിറ്റീസ് ഉണ്ടാകുമ്പോൾ ലൈറ്റ് ആവും, അങ്ങനെ അത് ഫ്ലൈയിങ്ങിന് ഹെൽപ്പ് ചെയ്യും. നെയിം വൺ ബേർഡ് ദാറ്റ് കനോട്ട് ഫ്ലൈ. അതായത് പറക്കാൻ പറ്റാത്ത ഒരു ബേർഡിൻ്റെ പേര് പറയാനാണ് പറയുന്നത്. പെൻഗിൻ. ഹൗ മെനി ബോൺസ് മേക്കപ്പ് ദി ഹ്യൂമൻ സ്കൾ? മനുഷ്യൻ്റെ സ്കള്ള് അതായത് തലയോട്ടി എത്ര ബോൺസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? 22 ബോൺസ്. വിച്ച് ബോൺ ഇൻ ദി സ്കൾ ഈസ് മൂവബിൾ? ഏത് ബോണാണ് മൂവബിൾ ആയിട്ടുള്ളത്? ലോവർ ജോ ബോണാണ് മൂവബിൾ ആയിട്ടുള്ളത്. നെയിം മേജർ ഓർഗൻ പ്രൊട്ടക്റ്റഡ് ബൈ ദി സ്കള്. സ്കള് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മേജർ ഓർഗൻസ് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ബ്രെയിൻ. ആൾസോ പ്രൊട്ടക്റ്റ് ഐ, ഇയർ, നോസ്, ടങ്ക്. ബ്രെയിനാണ് മേജർ ഓർഗന്. പിന്നെ എന്തിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്? ഐ, ഇയർ, നോസ്, ടങ്ക്, ഇതിനൊക്കെ സ്കള് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഹൗ മെനി വെർട്ടിബ്രേ ആർ ഇൻ ദി വെർട്ടിബ്രൽ കോളം? വെർട്ടിബ്രൽ കോളത്തിൽ എത്ര വെർട്ടിബ്രേ ആണുള്ളത്? 33 വെർട്ടിബ്രേ. വാട്ട് ഡസ് വെർട്ടിബ്രൽ കോളം പ്രൊട്ടക്റ്റ്? വെർട്ടിബ്രൽ കോളം എന്തിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? സ്പൈനൽ കോഡിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദി മെയിൻ ഫങ്ഷൻ ഓഫ് ദി വെർട്ടിബ്രൽ കോളം? വെർട്ടിബ്രൽ കോളത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ഹെൽപ്പ് ദി ബോഡി സ്റ്റാൻഡ് സ്ട്രൈറ്റ് ആൻഡ് മൂവ്. ശരീരത്തിന് നേരെ നിൽക്കാനും അതുപോലെ തന്നെ ശരീരത്തെ മൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഹൗ മെനി പെയേഴ്സ് ഓഫ് റിബ്സ് ആർ ദർ? എത്ര പെയേഴ്സാണ് നമ്മുടെ ശരീരത്തിലുള്ളത്? 12 പെയേഴ്സ്. വാട്ട് ഡു ദേ പ്രൊട്ടക്റ്റ്? അതെന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ദേ പ്രൊട്ടക്റ്റ് ഹാർട്ട്, ലങ്സ് ആൻഡ് മേജർ ബ്ലഡ് വെസൽസ്. ഹൗ മെനി ബോൺസ് ഇൻ ഈച്ച് ഹ്യൂമൻ ആം? ഓരോ മനുഷ്യൻ്റെ കൈകളിൽ എത്ര ബോൺസ് ആണുള്ളത്? 32 ബോൺസ്. ഹൗ മെനി ബോൺസ് ഇൻ ഈച്ച് ഹ്യൂമൻ ലെഗ്? ലെഗിലാണെന്നുണ്ടെങ്കിൽ 31 ബോൺസ്. വാട്ട് ഈസ് ദി ലോങ്ങസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിലെ ലോങ്ങസ്റ്റ് ബോൺ ഏതാണ്? കാലുകളിലുള്ള ഫീമറാണ്. ഹൗ മെനി ബോൺസ് അറ്റ് ബർത്ത് ആൻഡ് ഇൻ അഡൽട്ട്ഹുഡ്? അതായത് നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് എത്ര ബോൺസ് ഉണ്ടാവും? നമ്മൾ വളർന്ന് അഡൽട്ട്ഹുഡിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര ബോൺസ് ഉണ്ടാവും? എബൌട്ട് 300 അറ്റ് ബർത്തിൻ്റെ സമയത്ത് ഏകദേശം 300 ബോൺസ് ഉണ്ടാവും. ഇനി പ്രായപൂർത്തിയായ അഡൽട്ട്ഹുഡിൽ എത്തിക്കഴിഞ്ഞാൽ 206 ബോൺസ് ആണ് ഉണ്ടാവുക. വാട്ട് ആർ കാർട്ടിലേജസ്? എന്താണ് കാർട്ടിലേജസ്? ഫ്ലെക്സിബിൾ പാർട്ട് സോഫ്റ്റർ ദാൻ ബോൺസ് പ്രൊവൈഡിങ് സപ്പോർട്ട് ഫൗണ്ട് ഇൻ ഇയേഴ്സ്, നോസ്, എൽബോ, നീ. അപ്പോൾ ഇയേഴ്സിലും നോസിലും എൽബോയിലും നീയിലും ഒക്കെ ഉള്ള ഫ്ലെക്സിബിൾ പാർട്ടാണ്. അത് ബോൺസിനേക്കാളും എന്താണ്? സോഫ്റ്റ് ആണ്. അത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് എ ജോയിൻറ്റ്? എന്താണ് ഒരു ജോയിൻറ്റ്? ദി പാർട്ട് വേർ 2 or more ബോൺസ് മീറ്റ്. രണ്ടിൽ കൂടുതലോ ബോൺസ് മീറ്റ് ചെയ്യുന്ന പാർട്ടാണ് എന്ത്? ജോയിൻറ്റ്. സം മൂവബിൾ, സം ഇമ്മൂവബിൾ. ചില ജോയിൻറ്റ്സ് മൂവ് ചെയ്യും, ചില ജോയിൻറ്റ്സ് മൂവ് ചെയ്യൂല. നെയിം ദി ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഇൻ എൽബോ ആൻഡ് നീ. എൽബോയിലും അതുപോലെ തന്നെ നീയിലും ഒക്കെ ഉള്ള ജോയിൻറ്റ് ഏതാണ്? ഹിഞ്ച് ജോയിൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? മൂവ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ലൈക്ക് ഡോർ ഹിഞ്ചസ്. അതായത് ഡോർ ഹിഞ്ചസ് പോലെ എന്താണ്? ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ അത് മൂവ് ചെയ്യുള്ളൂ. നെയിം ദി ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഇൻ ഷോൾഡർ ആൻഡ് ഹിപ്പ്. ഹിപ്പിലും ഷോൾഡറിലുള്ള ജോയിൻ്റ് ആണ് ഇത്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നത്. റൗണ്ടഡ് എൻഡ് ഓഫ് വൺ ബോൺ റൊട്ടേറ്റ് ഇൻ ക്യാവിറ്റി ഓഫ് അനദർ. മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. മാക്സിമം മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബോണിൻ്റെ റൗണ്ടഡ് എൻഡ് മറ്റൊരു ബോണിൻ്റെ ക്യാവിറ്റിയിൽ കിടന്നിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അടുത്തത് നെയിം ദി ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഇൻ നെക്ക്. നെക്കിലുള്ള ജോയിൻറ്റ് ഏതാണ്? പൈവറ്റ് ജോയിൻ്റ് ആണ്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൈവറ്റ് ജോയിൻറ്റ്. പൈവറ്റ് ജോയിൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? മൂവ് ഫോർവേഡ്, ബാക്ക്വേഡ്, സൈഡ് ടു സൈഡ്. ഫോർവേഡ് മൂവ് ചെയ്യും,
ബാക്കോട്ട് മൂവ് ചെയ്യും, സൈഡ് ടു സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പം നിങ്ങൾ നെക്ക് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും സൈഡിലേക്കൊക്കെ മൂവ് ചെയ്യൂലേ, അപ്പം നെക്കിലുള്ളതാണ് ഇത് പൈവറ്റ് ജോയിൻറ്റ്. അടുത്തത് വാട്ട് ഈസ് എ ഫ്രാക്ചർ? എന്താണ് ഒരു ഫ്രാക്ചർ? ബ്രേക്കിംഗ് ഓർ ക്രാക്കിംഗ് ഓഫ് ബോണ് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫ്രാക്ചർ എന്ന് പറയുന്നത്. നെയിം ദി ടൈപ്പ് ഓഫ് ഫ്രാക്ചേഴ്സ്. ടൈപ്പ് ഓഫ് ഫ്രാക്ചേഴ്സ് ഏതൊക്കെയാണ്? സിമ്പിൾ ഫ്രാക്ചർ, കോമ്പൗണ്ട് ഫ്രാക്ചർ ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. ഹൂ ഡിസ്കവേർഡ് എക്സ്റേ വെൻ? ആരാണ് എക്സ്റേ ഡിസ്കവർ ചെയ്തത്? എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. വിൽഹെം കോൺറാഡ് റോയിൻജൻ ആണ് 1895 എക്സ്റേ ഡിസ്കവർ ചെയ്തത്. സിംറ്റംസ് ഓഫ് ഫ്രാക്ചർ. ഫ്രാക്ചറിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? പെയിന്, ഡിഫിക്കൽറ്റി മൂവിങ് ദി പാർട്ട്, ഡിഫറൻസ് കമ്പയർഡ് ടു സിമിലർ പാർട്ട്. അടുത്തത് ഫസ്റ്റ് എയ്ഡ് ഫോർ ഫ്രാക്ചർ. ഫ്രാക്ചറിന് ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്? ഇമ്മൊബിലൈസ് വിത്ത് സ്പ്ലിൻറ്റ്. അതായത് വുഡ്, മെറ്റൽ, പ്ലാസ്റ്റിക് സ്പ്ലിൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇമ്മൊബിലൈസ് ചെയ്യുക, അതായത് ഇളകുന്നത് നിർത്തുക. ഡു നോട്ട് മൂവ്, ടേക്ക് ടു ഹോസ്പിറ്റൽ, മൂവ് ചെയ്യിപ്പിക്കരുത്, വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. വാട്ട് ആർ ദി 3 സ്മോൾ ബോൺസ് ഇൻ മിഡിൽ ഇയർ? മിഡിൽ ഇയറിലുള്ള ചെറിയ സ്മോൾ ബോൺസ് ഏതൊക്കെയാണ്? മാലസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. അതിലേറ്റവും സ്മോൾ ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. അടുത്തത് വാട്ട് ഈസ് എക്സോസ്കെലിറ്റൺ? ഗിവ് എക്സാമ്പിൾ. സ്കെലിറ്റൺ ഔട്ട്സൈഡ് ദി ബോഡി, അതായത് ബോഡീൻ്റെ ഔട്ട്സൈഡുള്ള സ്കെലിറ്റണിനെയാണ് എക്സോസ്കെലിറ്റൺ എന്ന് പറയുന്നത്. അത് ആരിലൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഇൻസെക്റ്റ്, ക്രാബ്സ്, സ്നെയിലൊക്കെ ഉള്ള ആ ഒരു പുറമേ ഉള്ള ആ ഒരു സ്കെലിറ്റനെയാണ് എക്സോസ്കെലിറ്റൺ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എൻഡോസ്കെലിറ്റൺ? ഗിവ് എക്സാമ്പിൾ. സ്കെലിറ്റൺ ഇൻസൈഡ് ദി ബോഡി, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സ്കെലിറ്റണാണ് എൻഡോസ്കെലിറ്റൺ. എക്സാമ്പിളാണ് ഹ്യൂമണിലുള്ള സ്കെലിറ്റൺ, ക്യാറ്റ്, ഫ്രോഗിലൊക്കെ ഉള്ള സ്കെലിറ്റൺ. അടുത്തത് നെയിം അനിമൽ വിത്ത് ബോത്ത് എക്സോസ്കെലിറ്റൺ ആൻഡ് എൻഡോസ്കെലിറ്റൺ. എക്സോസ്കെലിറ്റണും എൻഡോസ്കെലിറ്റണും ഉള്ള അനിമൽസാണ് ഏതൊക്കെ? അലിഗേറ്റർ, ക്രോക്കഡൈല്, ടേർട്ടിലൊക്കെ. അടുത്തത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്കെലിറ്റൺ ഗിവ് ഡാഷ് ടു ദി ബോഡി ആൻഡ് പ്രൊട്ടക്റ്റ് ഡാഷ്. സ്കെലിറ്റൺ ഗിവ് ഡാഷ് ടു ദി ബോഡി എന്ന് പറയുമ്പം ഷേപ്പ് ഓർ സപ്പോർട്ട് ടു ദി ബോഡി ആൻഡ് പ്രൊട്ടക്റ്റ് ഡാഷ് എന്ന് പറയുമ്പം പ്രൊട്ടക്റ്റ് ഇൻറ്റേർണൽ ഓർഗൻസ്. അതായത് പെൻഗിൻസ് കനോട്ട് ഫ്ലൈ ബിക്കോസ് ദേ ലാക്ക് ഡാഷ് ഇൻ ബോൺ, എയർ ക്യാവിറ്റീസ് ഓർ ഹെവി സ്കെലിറ്റൺ ഇൻ ദി ബോൺ. അടുത്തത് എയർ ക്യാവിറ്റീസ് ആബ്സെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഡാഷ് പ്രൊട്ടക്ട് ദി ബ്രെയിൻ ലൈക്ക് എ ഹെൽമെറ്റ്. എന്താണ് ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? സ്കള്ളാണ്. റിബ്സ് കണക്ട് ടു വെർട്ടിബ്രൽ കോളം അറ്റ് ബാക്ക് ആൻഡ് ഡാഷ് ഇൻ ഫ്രണ്ട്. റിബ്സ് വെർട്ടിബ്രൽ കോളത്തിന് ബാക്കിൽ കണക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റേണത്തിന് ഫ്രണ്ടിലും കണക്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് പാർട്ട് ഓഫ് ദി ബോഡി, നമ്പർ ഓഫ് ബോൺസ്. പാർട്ട് ഓഫ് ബോഡി ഏതൊക്കെയാണ്? വെർട്ടിബ്രൽ കോളുണ്ട്, നമ്പർ ഓഫ് ബോൺസ് 33, സ്റ്റേൺ ആണെന്നുണ്ടെങ്കിൽ 1, ബോത്ത് ആം, 2 ആമിലൂടെ 64, ഓരോന്നിലും 32 ആണ് ഉണ്ടാവുക. റിബ്സ് 624, 12 പെയേഴ്സ് ആയിട്ട് 2 കാലിലൂടെയായിട്ട് 62 ഉണ്ടാവും. ഒരു കാല് മാത്രമാണെങ്കിൽ 31 ഉണ്ടാവും. ടോട്ടൽ 206 ബോൺസ് ആണ് ഒരു അഡൽറ്റിൽ ഉണ്ടാവുക. അടുത്തത് ഫങ്ഷൻ ഓഫ് ബോൺസ്. ഗിവ് ഷേപ്പ്, പ്രൊഡ്യൂസ് ഡാഷ് ആൻഡ് സ്റ്റോർ ഡാഷ്, പ്രൊഡ്യൂസ് ബ്ലഡ് സെൽസ് ആൻഡ് സ്റ്റോർ മിനറൽസ്. ഡാഷ് ആർ ഫ്ലെക്സിബിൾ ലൈക്ക് ഇൻ ഇയേഴ്സ് ആൻഡ് നോസ്. എന്താണ് ഇയേഴ്സിലും നോസിലും ഒക്കെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്? കാർട്ടിലേജസ്. ഇഫ് ഹാൻഡ് ബോൺ വേർ 1 piece like cardboard model we could not dash. If hand bones were 1 piece like cardboard model we could not bend or move. അപ്പോൾ ഹാൻഡിൽ ഈ ജോയിൻസ് ഒന്നും ഇല്ലാതെ ഒറ്റ പീസായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബെൻഡ് ചെയ്യാനോ മൂവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അടുത്തത് ജോയിൻറ്റ് എൽബോ, നീ, ഡാഷ് ജോയിൻറ്റ് എൽബോ ഓർ നീ, ഡാഷ് ജോയിൻറ്റ് ഷോൾഡർ ഓർ ഹിപ്പ്, ഡാഷ് ജോയിൻറ്റ് നെക്ക്. അപ്പം എൽബോയിലും നീയിലുള്ള ജോയിൻ്റ് ആണ് ഏത്? ഹിഞ്ച് ജോയിൻറ്റ്. ഷോൾഡറിലും ഹിപ്പിലും ഉള്ളത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. നെക്കിലുള്ളതാണ് ഇത്? പൈവറ്റ് ജോയിൻറ്റ്. അടുത്തത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദി ടേബിൾ ഓൺ ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻറ്റിനെ പറ്റിയിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഹിഞ്ച് ജോയിൻറ്റ് പാർട്ട് ഓഫ് ബോഡി ഏതാണ്? എൽബോ അല്ലെങ്കിൽ നീ ആണ്. അതിങ്ങനെ അതിൻ്റെ ക്യാരക്ടർ എന്താണ്? ലൈക്ക് ഹിഞ്ചസ് മൂവ്ഡ് ഇൻ ഓൺലി 1 direction. ലൈക്ക് ഹിഞ്ചസ് എങ്ങനെ മൂവ് ചെയ്യുക? ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ.
അടുത്തത് കംപ്ലീറ്റ് ദി ടാബിൾ ഇൻ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് ഇവിടുത്തെ ജോയിൻറ്റ്. പാർട്ട് ഓഫ് ബോഡി എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഷോൾഡറിലും ഹിപ്പിലും ആണ്. അതിൻ്റെ ക്യാരക്ടർ എന്താണ്? മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, റൗണ്ടഡ് എൻഡ് ഓഫ് വൺ ബോൺ റൊട്ടേറ്റിംഗ് ക്യാവിറ്റി ഓഫ് അനദർ. ഒരു റൗണ്ടഡ് ബോണ് എന്ത് ചെയ്യും? വേറൊരു ക്യാവിറ്റിയിൽ നിന്നിട്ട് റൊട്ടേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്തത് കംപ്ലീറ്റ് ദി ടേബിൾ ഓൺ പൈവറ്റ് ജോയിൻറ്റ്. പൈവറ്റ് ജോയിൻറ്റിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ജോയിൻറ്റ് ഏതാണ്? പൈവറ്റ് ആണ്. പാർട്ട് ഓഫ് ബോഡി എവിടെയാണ്? നെക്കിലാണ്. ക്യാരക്ടർ എന്താണ്? എ ബോൺ മൂവ് ഫോർവേഡ് ബാക്ക്വേർഡ് ആൻഡ് സൈഡ് ടു സൈഡ് ഇൻ അനദർ ബോൺ. അപ്പോൾ ഒരു ബോൺ എന്ത് ചെയ്യും? മുന്നോട്ടും ബാക്കോട്ടും സൈഡിലേക്കൊക്കെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? പൈവറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ലിസ്റ്റ് 3 ടൈപ്പ് ഓഫ് ജോയിൻറ്റ് വിത്ത് ക്യാരക്ടറിസ്റ്റിക്. 3 ടൈപ്പ് ജോയിൻറ്റും അതിൻ്റെ ക്യാരക്ടറും എഴുതാനാണ് പറയുന്നത്. ഹിഞ്ചാണെന്നുണ്ടെങ്കിൽ എൽബോയിലും നീലുമാണ് അത് പ്രസൻ്റ് ആയിട്ടുള്ളത്. അത് വൺ ഡയറക്ഷനാണ് മൂവ്മെൻറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷോൾഡറിലും ഹിപ്പിലും പ്രസൻ്റ് ആണ്, എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യും. പൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ നെക്കിൽ പ്രസൻ്റ് ആണ്, ഫോർവേഡ് ബാക്ക്വേർഡ് സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ് തരും. അടുത്തത് വൈ വി വിയർ ഹെൽമെറ്റ്. എന്തുകൊണ്ടാണ് ഹെൽമെറ്റ് നമ്മൾ ധരിക്കുന്നത്? ഹെൽമെറ്റ് പ്രൊട്ടക്ട് ദി സ്കൾ ആൻഡ് ബ്രെയിൻ ഫ്രം ഇഞ്ചുറി ഡ്യൂറിങ് ആക്സിഡൻറ്റ്സ് ലൈക്ക് ദി സ്കൾ പ്രൊട്ടക്റ്റ് ഇൻറ്റേർണലി. നമ്മുടെ സ്കളിൽ നമ്മളെ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ ഹെൽമെറ്റ് എന്ത് ചെയ്യും? നമ്മളെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തലേനെയും ബ്രെയിനെയും ഒക്കെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. അടുത്തത് ഫങ്ഷൻ ഓഫ് സ്കെലിറ്റൺ. ഗിവ് ഷേപ്പ് ആൻഡ് സ്കെലിറ്റൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ഗിവ് ഷേപ്പ് ആൻഡ് സപ്പോർട്ട് ടു ദി ബോഡി. നമ്മുടെ ബോഡിക്ക് ഷേപ്പും സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. പ്രൊട്ടക്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ ആയിട്ടുള്ള ബ്രെയിന്, ഹാർട്ട്, ലങ്സ്, സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ഇൻ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസ് ബ്ലഡ് സെൽസ്, RBC ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റോർ മിനറൽസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അടുത്തത് ന്യൂട്രിയൻസ് ഫോർ ഹെൽത്തി ബോൺ ആൻഡ് ടീത്ത്. ഏതൊക്കെയാണ്? കാൽഷ്യം ആണെന്നുണ്ടെങ്കിൽ മിൽക്ക്, എഗ്ഗ്, ഗ്രീൻ വെജിറ്റബിളൊക്കെയാണ് കഴിക്കേണ്ടത്. ഫോസ്ഫറസ് എഗ്ഗ്, ഫിഷ്, നട്ട്സ് ഒക്കെ കഴിക്കണം. വൈറ്റമിൻ D ആണെന്നുണ്ടെങ്കിൽ സൺലൈറ്റ്, എഗ്ഗ്, ഫിഷ് കഴിക്കണം. പ്രോട്ടീൻ ആണെങ്കിൽ എഗ്ഗ്, മിൽക്ക്, മീറ്റൊക്കെ കഴിക്കണം. അടുത്തത് ഡിഫറെൻറ്റ് ബിറ്റ്വീൻ എൻഡോസ്കെലിറ്റൺ ആൻഡ് എക്സോസ്കെലിറ്റൺ. എൻഡോസ്കെലിറ്റൺ ഇൻസൈഡ് ദി ബോഡി, ഹ്യൂമൻ, ഫിഷ്, സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ. എൻഡോസ്കെലിറ്റൺ എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഇൻസൈഡ് ബോഡീൻ്റെ ഉള്ളിലാണ്. അത് ആരിലൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഹ്യൂമൻസിലും ഫിഷിലും ഒക്കെ പ്രസൻ്റ് ആണ്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? സപ്പോർട്ടും പ്രൊട്ടക്ഷനും ആണ്. അടുത്തത് എക്സോസ്കെലിറ്റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സൈഡ് ബോഡി, നമ്മളുടെ ബോഡീൻ്റെ പുറത്താണത് പ്രസൻ്റ് ആയിട്ടുള്ളത്. ക്രാബ്സിലും ഇൻസെക്ട്സിലും ഒക്കെ അത് പ്രസൻ്റ് ആണ്. പ്രൊട്ടക്റ്റ് ഫ്രം എനിമീസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗിവ് ഷേപ്പ്, അതെന്ത് ചെയ്യും? ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അടുത്തത് ക്ലാസിഫൈ ഓർഗാനിസം. ഇത് എൻഡോസ്കെലിറ്റൺ ഓർഗാനിസം അതുപോലെ തന്നെ എക്സോസ്കെലിറ്റൺ ഓർഗാനിസം രണ്ടും കൂടെയുള്ള ഓർഗാനിസമാണ് പറയുന്നത്. എൻഡോസ്കെലിറ്റൺ ഓർഗാനിസം എങ്ങനെയാണ്? ഏതൊക്കെയാണ്? ഹ്യൂമൺ, കാറ്റ്, ഫ്രോഗ്, കൗ, ഫിഷ്, ബേർഡ്. എക്സോസ്കെലിറ്റൺ ആണ് സ്നെയില്, ബീറ്റ്ലെസ്, ന്യൂസെൽസ്, ക്രാബ്സ്, കോക്രോച്ച്, പ്രൗണ്, മില്ലിപ്പേഡ്, സെൻറ്റിപ്പേഡൊക്കെ എന്താണ്? എക്സോസ്കെലിറ്റൺ ആണ്. ഇത് രണ്ടും കൂടെ ഉള്ളതാണ് ടർട്ടില്, ക്രോക്കഡൈല്, അലിഗേറ്ററൊക്കെ രണ്ടും ഉള്ളതാണ്. അടുത്തത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് ഫ്രാക്ചർ വിത്ത് എക്സാമ്പിൾ. ഹൗ ടു ഡിറ്റക്റ്റ് ആൻഡ് ഗിവ് ഫസ്റ്റ് എയ്ഡ്. ഫ്രാക്ചറിൻ്റെ ടൈപ്പ് ഏതൊക്കെയാണ്? എക്സാമ്പിൾ പറയാനാണ് പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഫ്രാക്ചർ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് ഫ്രാക്ചർ? സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്, കോംപ്ലിക്കേറ്റഡ്. സിമ്പിൾ എന്ന് പറയുമ്പം ക്രാക്ക് അല്ലെങ്കിൽ ബ്രേക്ക് ഉണ്ടാവും വിത്തൗട്ട് പിയേഴ്സിങ് സ്കിന്ന്. അതായത് സ്കിന്ന് പൊട്ടാതെ എന്ത് ചെയ്യും? ക്രാക്കോ ബ്രേക്കോ ഉണ്ടാവും. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ബോൺ പിയേഴ്സസ് മസിൽസ് വൂണ്ട് ഒക്കറും. ബോൺ എന്ത് ചെയ്യും? മസിൽസിലേക്ക് കയറും, മസിൽസിനെ എന്താക്കും? ബ്രേക്കാക്കും. അങ്ങനെ എന്ത് ചെയ്യും? വൂണ്ട് ഉണ്ടാകും. അടുത്തത് കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയർ ഓർഗൻസിൻ്റെ അടുത്തുള്ളതാണ്. ഇഞ്ചറീസ്, ഇൻറ്റേർണൽ ഓർഗനിനെ അതെന്ത് ചെയ്യും? ഇഞ്ചറി ഉണ്ടാക്കും. ഇതിൻ്റെ ഡിറ്റക്ഷൻ ആണ് എന്ത്? പെയിന്. അതായത് ഫ്രാക്ചർ ഉണ്ടോയെന്ന് എങ്ങനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം? പെയിന്, ഇമ്മൊബിലിറ്റി, സ്വെല്ലിങ് ഒക്കെ ഉണ്ടാവും. അതായത് വേദന ഉണ്ടാവും, അനക്കാൻ കഴിയൂല, വീങ്ങും, ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഫ്രാക്ചർ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് എന്താണ്? മൊബിലൈസ് വിത്ത് സ്പ്ലിൻറ്റ്, നോ മൂവ്മെൻറ്റ്, ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി.
പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിൽ എത്തിക്കുക, മൂവ് ചെയ്യാൻ അനുവദിക്കരുത്. അടുത്തത് ഡിസ്ക്രൈബ് ഹ്യൂമൻ സ്കെലിറ്റൺ പാർട്ട് വിത്ത് ഫങ്ഷൻ. ഹ്യൂമൻ സ്കെലിറ്റൺ പാർട്ടും അതിൻ്റെ ഫങ്ഷനും പറയാനാണ് പറയുന്നത്. സ്കള്ളാണെന്നുണ്ടെങ്കിൽ 22 ബോൺസ്, പ്രൊട്ടക്റ്റ് ബ്രെയിന്, ഐസ്, ഇയേഴ്സ്, ലോവർ ജോ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലോവർ ജോ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. വെർട്ടിബ്രൽ കോളം 33 വെർട്ടിബ്ര ഉണ്ട്. സ്റ്റാൻഡ് ഓർ മൂവ്, പ്രൊട്ടക്റ്റ് സ്പൈനൽ കോഡ്. അടുത്തത് റിബ്സ് 12 പെയേഴ്സ് ഉണ്ട്. സ്റ്റേണം ഉണ്ട്, റിബ്സും ഉണ്ട്, സ്റ്റേണും ഉണ്ട്. ഇപ്പം പ്രൊട്ടക്റ്റ് ഹാർട്ട്, ലങ്സ്. ഇത് ആംസ് 32 ആണ്. മൊബിലിറ്റി 32 ഈച്ച്, ഓരോന്നിലും എന്തുണ്ട്, 32 ഉണ്ട്. ലെഗിൽ 31 ഉള്ളത്. സ്ട്രെങ്ത് ഏതിനാണ് കൂടുതൽ, ഫീമറിലാണ് കൂടുതൽ. അടുത്തത് ഹൗ ടു മേക്ക് എ മോഡൽ ഓഫ് ജോയിൻറ്റ് സിമിലർ ടു ബോഡി. നമ്മളുടെ ബോഡിക്ക് സിമിലറായിട്ട് എങ്ങനെ ജോയിൻസിൻ്റെ മോഡൽ ഉണ്ടാക്കാം എന്നാണ് ചോദിക്കുന്നത്. ഹിഞ്ച് ആണെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് പീസസ് ജോയിൻഡ് ബൈ ഹിഞ്ച് ലൈക്ക് എൽബോ. അപ്പോൾ കാർഡ്ബോർഡ് പീസസ് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക ഹിഞ്ച് പോലെ. അപ്പോൾ നമുക്ക് ഏത് ജോയിൻ്റ് പോലെ കിട്ടും, എൽബോ ജോയിൻ്റ് പോലെ കിട്ടും. വൺ ഡയറക്ഷണൽ മൂവ്മെൻ്റ് ആകും അതിന്. അടുത്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ബോൾ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്കെയിൽ എടുക്കുക, വിത്ത് നട്ട്സ് ബോൾട്ട് ഇട്ടിട്ട് അതെന്ത് ചെയ്യുക, ഇങ്ങനെ ഐസ്ക്രീം ബോളിൽ നട്ട്സും ബോൾട്ടും ഇട്ടിട്ട് എന്ത് ചെയ്യുക, അത് റൊട്ടേറ്റ് ചെയ്യുക, ഷോൾഡർ പോലെ റൊട്ടേറ്റ് ചെയ്യുക. അടുത്തതാണ് പൈവറ്റ്. പൗഡർ ടിൻ ലിഡ് വിത്ത് ഡോൾ ഹെഡ്. പൗഡർ ടിൻ ഹെഡ് ടിന്ന് പോലെയുള്ളതാണ് ഇത് പൈവറ്റ് ജോയിൻറ്റ്. ടേൺ ലൈക്ക് നെക്ക്, അതായത് ഒരു പാവക്കുട്ടീൻ്റെ ഹെഡ് പോലെ അതെന്ത് ചെയ്യും, നെക്കിനെ ഇങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് വൈ ബേർഡ് സ്കെലിറ്റൺ ലൈറ്റ്, എക്സോസ്കെലിറ്റൺ ബെനിഫിറ്റ്. ഇത് 2 ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് ബേർഡിൻ്റെ സ്കെലിറ്റൺ ലൈറ്റ് ആയത്? എയർ ക്യാവിറ്റി മേക്ക് ബോൺ ലൈറ്റ് ഫോർ ഫ്ലൈറ്റ്. എയർ ക്യാവിറ്റീസ് ഉണ്ട്, അപ്പോൾ അതെന്ത് ചെയ്യും, ലൈറ്റ് ആക്കും. എന്തിനു വേണ്ടിയിട്ട്, ഫ്ലൈറ്റ് ചെയ്യുക, അതായത് പറക്കാൻ വേണ്ടിയിട്ട്. പെൻഗിൻസിൻ്റെത് എന്താണ്, ഹെവി ബോൺസ് ആണ്, അതുകൊണ്ട് അതിനെന്ത് ചെയ്യില്ല, പറക്കാൻ കഴിയില്ല. ഇനി അടുത്തതാണ് എക്സോസ്കെലിറ്റൺ. എക്സോസ്കെലിറ്റൺ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊട്ടക്ട്സ് ബോഡി ഷേപ്പ് ഫ്രം എനിമീസിൽ നിന്ന് ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്കെലിറ്റൺ ആണ് ഇത് എക്സോസ്കെലിറ്റൺ. അടുത്തത് സോഫ്റ്റ് ഫ്രെയിം വർക്ക്, ബോൺ ഫ്രെയിം വർക്ക് ഫോർ സപ്പോർട്ട്, ഷേപ്പ് ഓർ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഫസ്റ്റ് സ്കെലിറ്റൺ എന്ന് പറഞ്ഞാൽ എ ഓപ്ഷനാണ് സോഫ്റ്റ് ഫ്രെയിം വർക്ക് ആണെന്നുള്ളത്, ബി ഓപ്ഷനാണ് ബോൺ ഫ്രെയിം വർക്ക് ഫോർ സപ്പോർട്ട്, ഷേപ്പ്, പ്രൊട്ടക്ഷൻ, സി എന്ന് പറഞ്ഞാൽ മസിൽ ആണെന്നാണ് പറയുന്നത്, ഡി ഓപ്ഷന് സ്കിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ഡി ആണ്. എന്താണ്, ബോൺ ഫ്രെയിം വർക്ക് ഫോർ സപ്പോർട്ട്, ഷേപ്പ്, പ്രൊട്ടക്ഷൻ. അടുത്തത് അനിമൽ ഐഡൻറ്റിഫൈസ് ഫ്രം സ്കെലിറ്റൺ ബൈ. അനിമൽ ഐഡൻറ്റിഫൈഡ് ഫ്രം സ്കെലിറ്റൺ ബൈ. സ്കെലിറ്റൺ ഉപയോഗിച്ചിട്ട് അനിമലിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ബൈ കളറാണോ, ഷേപ്പാണോ, സൈസാണോ, വെയിറ്റ് ആണോ, ബൈ ഷേപ്പാണ്. അടുത്തത് ബേർഡ് സ്കെലിറ്റൺ ലൈറ്റ് ഡ്യൂ ടു. ബേർഡിൻ്റെ സ്കെലിറ്റൺ എന്തുകൊണ്ടാണ് ലൈറ്റ് ആയത് എന്നാണ് ചോദിക്കുന്നത്. ഹെവി ബോൺസ് ഉള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ എയർ ക്യാവിറ്റീസ് ഉള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഫിദേഴ്സ് ഉള്ളത് കൊണ്ടാണോ, വിങ്സ് ഉള്ളത് കൊണ്ടാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എയർ ക്യാവിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ബേർഡിൻ്റെ സ്കെലിറ്റൺ ലൈറ്റ് ആയത്. അടുത്തത് പെൻഗിൻ കനോട്ട് ഫ്ലൈ ബിക്കോസ് നോ വിങ്സ്, ഹെവി സ്കെലിറ്റൺ ലീവ്സ് ഇൻ വാട്ടർ ടു സ്മോൾ. കറക്റ്റ് ആൻസർ എന്താണ്, ഹെവി സ്കെലിറ്റൺ ആയതുകൊണ്ട് അവിടെ എന്തില്ല, എയർ ക്യാവിറ്റീസ് ഇല്ല. അടുത്തത് മൂവബിൾ സ്കൾ ബോൺ. മൂവബിൾ സ്കൾ ബോൺ ഏതാണ്, അപ്പർ ജോ, ലോവർ ജോ, ഫോർ ഹെഡ്, ചീക്ക്. ഇതിലേതാണ്, ലോവർ ജോ ആണ് ഇത് മൂവബിൾ സ്കൾ ബോൺ. അടുത്തത് സ്കൾ പ്രൊട്ടക്റ്റ് ഹാർട്ട്, ബ്രെയിന്, സെൻസറി ഓർഗൻസ്, ലങ്സ്, സ്റ്റൊമക്ക്, ബ്രെയിന്. അടുത്തത് വെർട്ടിബ്രൽ കോളം ഹാസ് 22 vertebrae, 33 vertebrae, 12 vertebrae, 206 vertebrae, 33 vertebrae. അത് റിബ്സ് പ്രൊട്ടക്റ്റ് ബ്രെയിൻ ആൻഡ് ഹാർട്ട് ഓർ ലങ്സ് ഓർ ബ്ലഡ് വെസൽ. അപ്പം റിബ്സ് പ്രൊട്ടക്റ്റ് എ ഓപ്ഷനാണ് ബ്രെയിന്, ബി ആണ് ഹാർട്ട്, ലങ്സ്, ബ്ലഡ് വെസൽ, സി സ്പൈനൽ കോഡ്, ഡി ലെഗ്സ്. അപ്പോൾ റിബ്സ് എന്തിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഹാർട്ട്, ലങ്സിനൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അടുത്തത് ലോങ്ങസ്റ്റ് ബോൺ ഏതാണ്, ഫീമറാണ്. അഡൽറ്റ് ഹ്യൂമൻ ബോൺസ് എത്രയാണ്, 206 ആണ് നമ്പർ. അടുത്തത് കാർട്ടിലേജ് ഫൗണ്ട് ഇൻ ഇയർ, നോസ് ഓൺലി. ഇയർ, നോസ്, ജോയിൻസ്, ട്രക്കിയ, ബോൺ ഓൺലി, മസിൽ. അപ്പോൾ ഇയറിലും നോസിലും ജോയിൻസിലും ട്രക്കിയയിലൊക്കെ എന്തുണ്ട്, കാർട്ടിലേജ് ബോൺസ് ഉണ്ട്.
അടുത്തത് ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? നെക്കിലാണോ, ഷോൾഡറിലാണോ, എൽബോയിലോ, നീയിലോ, ഹിപ്പിലോ? എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? എൽബോയിലും നീയിലുമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് മാച്ച് ദി ഫോളോയിങ്. വാൾ ആൻഡ് സോക്കറ്റ്, പൈവറ്റ്, എയർ ക്യാവിറ്റീസ്, എക്സോസ്കെലിറ്റൺ, സ്റ്റേപ്പീസ് ആണ് എ സൈഡിലുള്ളത്. ബീൻ്റെ സൈഡിൽ നെക്ക്, ഷോൾഡർ ഓർ ഹിപ്പ്, ബേർഡ് ഫ്ലൈറ്റ്, ക്രാബ് ഷെല്ല്, സ്മോളസ്റ്റ് ബോൺ. അപ്പം നിങ്ങൾക്കറിയാം ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഷോൾഡറിലോ അല്ലെങ്കിൽ ഹിപ്പിലോ ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് പൈവറ്റ് ജോയിൻ്റ് എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? നെക്കിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പം 16 ഓപ്ഷൻ ബിയും 17 ഓപ്ഷൻ എയും. എയർ ക്യാവിറ്റീസ് എവിടെയാണ്? എയർ ക്യാവിറ്റീസ് യൂസ് ചെയ്തിട്ട് ബേർഡ് ഫ്ലൈ ചെയ്യും. അപ്പം 18 എന്ന് പറയുമ്പോൾ കറക്റ്റ് ആൻസർ സി ആണ്. ഇനി എക്സോസ്കെലിറ്റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സോസ്കെലിറ്റൺ എന്ന് പറഞ്ഞാൽ ക്രാബ് ഷെല്ല്, അതിനൊരു എക്സാമ്പിളാണ് എക്സോസ്കെലിറ്റണിന്. സ്റ്റേപ്പീസ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ബോണാണ്.